കഥ പറയാ ഒരു കഥ പറയാ ഒരു കഥ പറയാ ഒരു കഥ ഇരുകഥ മുത്തശ്ശി കഥമാനം നിറയെ കഥ പറയാ കഥ പറയാ ആ ഒരു കഥ ഇരുകഥ മുത്തശ്ശി കഥമാനം നിറയെ കഥ പറയാ കഥ പറയാ ഒരുപോലിരുപോൽ വന്നത് നിന്നത് ചടുകുട്ട് ചാടി മറിഞ്ഞത് എല്ലാം എല്ലാം ചൊല്ലാം എല്ലാം ചൊല്ലാം എല്ലാം എല്ലാം ചൊല്ലാം എല്ലാം ചൊല്ലാം. എന്റെ കൃഷ്ണ, എന്നും ഞാൻ തിരികെത്തിക്കുന്നതല്ലേ, എന്നും ഞാൻ മണിയടിക്കുന്നതല്ലേ. സോറി, ആ മണിയല്ല കേട്ടോ, ഈ മണി. എന്നിട്ടും എന്താ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഭഗവാൻ ഇപ്പോഴും അവന്മാരുടെ കൂടെയാണല്ലോ. ഒരു പണിക്കും പോകാതെ ആൾക്കാരെ പറ്റിച്ച് പുട്ടും മുട്ടയും അടിച്ചു നടക്കുന്ന അവന്മാരെ പോലെയുള്ള വാടകക്കാരെ ഇനി എനിക്ക് വേണ്ട. അവന്മാരെ ആ വീട്ടിൽ നിന്നൊന്ന് ഒഴിവാക്കി തന്ന 2 ചന്ദ്രത്തിൽ വെച്ച് ദിവസവും ഞാൻ കത്തിക്കും. ഒരെണ്ണ എക്സ്ട്രാ. ഈ ഓഫർ പരിമിതകാലത്തേക്കേ ഉള്ളു കേട്ടോ. ഹോ, നടത്താൻ പറ്റുമെങ്കിൽ നടത്തിത്താ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒത്തൊരുമയുടെ കാര്യത്തിലും എന്നെ പറ്റിക്കുന്ന കാര്യത്തിലും 3 ഒറ്റ കെട്ട. താങ്ക്സ്. എന്തുവാണ് ഇത്രയും പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ, അത് കൊണ്ടുപോകരുത്, എനിക്ക് ഇന്ന് ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ എന്താ ഇവൻ ഇത്രയുള്ള പേസ്റ്റ് കൊണ്ടല്ലേ താൻ ഇന്റർവ്യൂവിന് പോകുന്നു? എടാ കൊടുക്ക്. ഈ പേസ്റ്റ് കൊണ്ട് പല്ലിലേക്കാനുള്ള യോഗം ഇന്ന് എനിക്കാണെന്ന് വിചാരിച്ചാൽ നിന്നോട് ദൈവം ചോദിക്കും. കൊടുക്കില്ല ഞാൻ. പണ്ടൊക്കെ ദൈവം പിന്നത്തേക്ക് വെക്കും. ഇപ്പൊ കണ്ടില്ലേ, സ്പോട്ടിൽ പണി കിട്ടി. വാടാ പോ. വരുവാടാ, ഒന്ന് വേഗം വാടാ. വാടാ വരുവാടാ. പട്ടിണിയും പരിവട്ടോ ആണെങ്കിലും ഇവന്റെയൊക്കെ നടപ്പും ഭാവം കണ്ട ദൈവം നിലത്തിറങ്ങി വരും. ഒരു കഥ പറയാ ഒരു കഥ പറയാ ഒരു കഥ പറയാ ഒരു കഥ ഇരുകഥ മുത്തശ്ശി കഥമാനം നിറയെ കഥ പറയാ കഥ പറയാ ആ ഒരു കഥ ഇരുകഥ മുത്തശ്ശി കഥമാനം നിറയെ കഥ പറയാ കഥ പറയാ ഒരുപോലിരുപോൽ വന്നത് നിന്നത് ചടുകുട്ട് ചാടി മറിഞ്ഞത് എല്ലാം എല്ലാം ചൊല്ലാം എല്ലാം ചൊല്ലാം എല്ലാം എല്ലാം ചൊല്ലാം എല്ലാം ചൊല്ലാം. ഇനി ഈ കാലം മാറി കഥ മാറി, ഇനി ഈ കാലം മാറി കഥ മാറി. കൈയിട്ട കൊല്ലും ഞാൻ. അത് ശരി, അപ്പൊ പ്രാർത്ഥനയിൽ വരെ മായ ഉണ്ടല്ലേ? അതാണ് അകക്കണ്ണ്. നീയൊക്കെ വന്ന് നിന്നാ ആ അകക്കണ്ണ് നിന്റെയൊക്കെ ചുറ്റും ഉണ്ടാകും. ഈ കാണുന്നതേ കടയ്ക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്ന തോരണങ്ങളല്ല. നീയൊക്കെ മാത്രം തരാനുള്ള കാശിന്റെ കണക്കാ. നാളെ ഇല്ലല്ലോടാ, ഇത്രയും പ്രായമായി. ഏതായാലും പണിക്ക് പോവാൻ മേലടാ. അവമാനിക്കില്ല എന്റെ കോമള, എന്തെങ്കിലും പണി കിട്ടണ്ടേ? എടാ, അത് തിരക്കണം. ഇങ്ങനെ നടന്നാ പോരാ, അന്വേഷിച്ച് കണ്ടെത്തണം. നമുക്ക് ചുറ്റും പണിയുണ്ട്. അത് തിരക്കി പിടിക്കുന്നിടത്താടാ നമ്മുടെ മിടുക്ക്. എന്നാലേ ആ മിടുക്ക് ചേട്ടനൊന്ന് കാണിച്ചു തരാമോ? എന്നിട്ടത് എനിക്ക് പണിയാവാനല്ലേ? എടാ, ഒന്നും വേണ്ട. സോഷ്യൽ മീഡിയയിലേക്ക് 3 പേരും ഒന്ന് ഇറങ്ങുന്നേ. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മൊബൈലിൽ പിടിച്ചിട്ടാൽ സംഗതി വൈറലാ. സംഗതി വലിയ ഭാരപ്പെട്ട പണിയുമല്ല. പക്ഷെ നല്ല കണ്ടന്റ് വേണം, അല്ലേ ആൾക്കാർ കാണില്ല. എടാ, അത് ഉണ്ടാക്കണം. ഉദാഹരണത്തിന്, എന്റെ രോമാഞ്ചം ചായ കുടിച്ചാൽ രോമം എഴുന്നേറ്റ് നിൽക്കുമെന്ന് കടയിൽ പൊക്കിയടിച്ചൊരു സാധനം ഇറക്കുന്നേ. സംഗതി കയറിക്കൊളുത്തും. ഇങ്ങനെ ഇല്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞാലേ വല്ല പാമ്പ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എടാ, നിങ്ങളുടെ ഈ 4 ചക്രം വന്നാലേ നിങ്ങൾക്ക് എന്തേലും ഒക്കെ തരാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയാലേ. ഇപ്പൊ ഞാനത് പറഞ്ഞത് കേട്ടപ്പോ
എന്തേലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ലേ? ആ. ആ കോമളം പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് പലതും കാണാൻ പറ്റും. അതൊന്ന് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ വൈറലാ. വേറെ ലെവൽ. എന്നാ പിന്നെ നമുക്ക് അത് നോക്കാം. ഏതായാലും പണിയെടുത്ത് നമ്മൾ തിന്നില്ല. അത് ഉറപ്പുള്ള കാര്യല്ലേ? എന്നാൽ പിന്നെ കോമളം പറഞ്ഞതുപോലെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാലോ? ബാ പോകാം. ആ ദേ അവിടെ ഒരു അനാശാസ്യം. ഛെ, അനാശാസ്യം. എവിടെ എവിടെ ദേ, എവിടെ? അവിടെ ദൈവം നമുക്ക് അറിഞ്ഞു തന്ന അനാശാസ്യമാണ്. ഒന്നും നോക്കണ്ട. നമ്മൾ ഇപ്പോൾ തന്നെ 3 Man ആർമി എന്ന യൂട്യൂബ് ചാനൽ ആരംഭിക്കുക. ഓക്കെ. ക്യാമറ എടുക്ക്. അതിന് ക്യാമറ എവിടെ? എടാ മൊബൈൽ ക്യാമറ എടുക്ക്. ക്യാമറ. ഓ എന്നാ. ആ എന്ത് ധൈര്യം അല്ലേ? ആ പട്ടാപ്പകൽ സാരി ആ. അഴിക്കുക. ആ പെണ്ണ് ഒച്ച വെച്ചൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. നിന്ന് സോമം കളിക്കാതെ ഷൂട്ട് ചെയ്യാൻ നോക്കെന്റെ അമ്പു. സംഗതി കഴിഞ്ഞെന്നാ തോന്നണേ. നമ്മള് താമസിച്ചു പോയി. എന്നാലും സംഗതി അങ്ങ് കാച്ചിക്കും. കേസ് 3 Men ആർമി ചാനലിൽ നിന്നും അംബുജാക്ഷൻ സ്പീക്കിംഗ്. പട്ടാപ്പകൽ ഇത്രയും ധൈര്യത്തോടെ അനാശാസ്യം നടത്താൻ ഇന്നത്തെ യുവതലമുറയ്ക്കേ കഴിയൂ. നാട്ടുകാരെ പേടിയില്ല, വീട്ടുകാരെ പേടിയില്ല. പിന്നെ ഇന്നത്തെ യൂത്തും ആരെ പേടിക്കും? പക്ഷെ സദാചാര ബോധമുള്ള ഞങ്ങൾക്ക് ഇത് കണ്ടു നിൽക്കാനാവില്ല. ശക്തമായി പ്രതികരിക്കും. ഇതൊരു ഗോവയോ മുംബൈയോ അല്ല, നമ്മുടെ കൊച്ചു കേരളമാണ്. ഇവിടെ ഇങ്ങനൊരു സംസ്കാരം ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. 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 അതെ, പട്ടാപ്പകൽ ഇവിടെ അനാശാസ്യമാണ്. നമ്മൾ നാട്ടുകാരാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്. പിടിക്കവനെ, ഓടിവാ, പിടിക്കവനെ. ആ ഇവരെ പോലുള്ളവരെ വെച്ച് കഴിക്കരുത്. ഒരു പെണ്ണിനെ പട്ടാപ്പകൽ എന്നിട്ടാ എന്തിനാ തല്ലുന്നത്? നിന്നെ തല്ലുകയല്ല, കൊല്ലുകയാണ് വേണ്ടത്. സുഗുണ, പോലീസിനെ വിളിക്കണം. രണ്ടുപേരെ പോലീസിൽ ഏൽപ്പിക്കണം. ആ പോലീസ് വരട്ടെ. പാവം കൊണ്ട് തുണിക്കടയിൽ പോകുന്ന എന്നെ തല്ലിയത് എന്തിനാണെന്ന് എനിക്ക് അറിയണം. മാർഗട്. അയ്യോ അയ്യോ, ഇത് പാവയാ. പാവയോ? എടാ ഇത് പാവയാടാ. നിന്നൊക്കെ ഞാൻ വെറുതെ ഇവിടെ ഒന്ന് കരുതണ്ടാ. എന്നെ തല്ലിയ 3 എണ്ണത്തിന് ഞാൻ തിരിച്ചു തല്ലും. ഞാനേ പോർക്കം കൂട്ടിലെ ജിൻഡന്നെ നിന്ന വണ്ടി ജിൻഡിനെ വടിവാളം കൊണ്ട് ദിവസവും ചായക്കളയിൽ ചായ കുടിക്കാൻ വരുന്നവനാ. നാട്ടിൽ തന്നെ വിട്ടോ, ഇല്ലേലേ 3ന്റെ കഴുത്ത് വെട്ടു. എല്ലാം ക്യാമറയിൽ പതിഞ്ഞില്ലേ? പക്ഷെ വൈറലാക്കാൻ പറ്റില്ലല്ലോ. പാവയല്ലേ, പെണ്ണല്ലല്ലോ. പിന്നെ എങ്ങനെ വൈറലാവുന്നാ പറയുന്നേ? അതൊക്കെ പറ്റുമെന്നേ. ഇത് നമ്മൾ വൈറലാക്കിയിരിക്കും. എങ്ങനെ? എന്തായാലും ജിന്നൻ വന്ന് നമ്മളെ 3 പേരെയും തല്ലും. നമ്മളിത് വേറെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും. എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും.
രണ്ടടി കിട്ടിയാലും സംഗതി വൈറലായാൽ പോരെ. അത് കൊള്ളാമല്ലോ. ഒരു കഥ പറയാ